ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ സ്വർണ്ണ കവർച്ച അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. വിജിലൻസ് ഡിവൈഎസ്പി CS ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്ന് കണക്കില്ല എന്നാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊടിമരം സ്വർണം പൂശാൻ 3,20,00,000 രൂപ നൽകി കസ്റ്റംസിൽ 9.573 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡ് വാങ്ങിയത്. ഇതിൽ 9.34 ഗ്രാം കൊടിമരത്തിൽ ഉപയോഗിച്ചു. ബാക്കി വന്ന 233 ഗ്രാം സ്വർണത്തിലാണ് വ്യക്തത കുറവ്. ഇതിനു പുറമെ 6 ഭക്തർ ചേർന്ന് 412 ഗ്രാം സ്വർണവും കൈമാറി. ഈ കണക്ക് മഹസറിലുണ്ടെങ്കിലും തിരികെ രസീത് നൽകിയതായി കാണുന്നില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൊടിമര പുനഃപ്രതിഷ്ഠ അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. വിജിലൻസ് ഡിവൈഎസ്പി CS ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. തെക്കൻ മേഖല വിജിലൻസ് SPക്കാണ് മേൽനോട്ട ചുമതല. ഇതിനിടെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സിനിമാ താരങ്ങൾ സംഭാവന നൽകുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുരേഷ് ഗോപി, ഷാജി കൈലാസ്, രൺജി പണിക്കർ എന്നിവർ സംഭാവന നൽകി. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്കിടെ തന്നെ ചോദ്യം ചെയ്യാനാണ് നീക്കമെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. കൊടിമര പുനർനിർമ്മാണത്തിലെ അന്വേഷണം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി. സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൊടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഫോട്ടോയുടെ പേരിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുടെ മൊഴിയും എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണം. എന്താ സംശയം? അതായത് ഇയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ 1 മാസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.